കെട്ടുമുറുക എന്ന് പറഞ്ഞാൽ ഇവരെ സംരക്ഷിച്ച ആൾക്കാരുണ്ടല്ലോ, ഇവരോട് എന്താണ് പരിചയപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ, ഇവർ എൻ്റെ അനിയനെ പോലെയാണ്, ഇവൻ എൻ്റെ പിൻഗാമിയാണ്, ഇവനെ നിങ്ങൾ ജയിപ്പിക്കണം, ഞാൻ ജയിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേരളത്തിൽ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പത്തനംതിട്ടയിൽ ഒരാളെ പാലക്കാട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കേണ്ട കാരണം എന്തായിരുന്നു? അവിടെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടായിരുന്നോ? കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിമാരില്ലാഞ്ഞിട്ടായിരുന്നോ? എന്തുകൊണ്ട് അവിടെയാക്കി? ഒരാളുടെ പിൻഗാമീനെ അവിടെ ഉണ്ടാക്കിയതാണ് ചെയ്തത്. ആ പിൻഗാമീനെ ഉണ്ടാക്കിയ ആൾക്കാർ മറുപടി പറയാൻ കഴിയുന്നുണ്ടോ? കാരണം എന്താണ്? ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിച്ച പിൻഗാമിയാണ്. മനസ്സിലായില്ലേ? ഇതെൻ്റെ അനിയനാണ്, ഇവൻ ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞ ആൾക്കാർക്കും ഉണ്ടായി കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, പെങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ലംബടത്തിന് വേണ്ടി കഥ പറയാൻ നേരമില്ല എന്ന്. നിങ്ങളുടെ പാർട്ടിക്കാരിയല്ല ഇത് നിങ്ങളുടെ ആരുടെയും പാർട്ടിക്കാരിയല്ല. ഇതെന്താണ്? കേരളത്തിലെ പാലക്കാട് ജനങ്ങളുടെ കാര്യമാണ്. പാലക്കാട് ജനങ്ങൾ ഇനി ഒരു MLA കാണി എവിടെ പോകണം? രാഹുൽ മാങ്കുടത്തിൻ്റെ വീട്ടിലോ? രാഹുൽ മാങ്കുടത്തിൻ്റെ വീട്ടിലാണോ പോകേണ്ടത്? അവർക്കൊരു പരാതി പറയാൻ വേണ്ടി എവിടെ പോകണം? രാഹുൽ മാങ്കുടത്തിൻ്റെ വീട്ടിലോ? ഇവരുടെ വീട്ടിലാണോ പോയി ചർച്ച ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല? ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ ബാധ്യസ്ഥരാവൂലേ? അതിനേക്കാളും ഭേദം അവിടെ MLA വേണ്ടാതെ തീരുമാനിക്കുന്നേ. എന്താണ് അവിടെ സംഭവിക്കാനുള്ളത്? രാഹുൽ മാങ്കുടത്തിനെ രാജിവെപ്പിക്കാനുള്ള കൊതി കൊണ്ടല്ല പറയുന്നത്, കോൺഗ്രസ് നാറി പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്.